ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. പരമമായിരിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണിത്. അതേപോലെ തന്നെ ലൗകിക സുഖം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ പോലും അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണം കൂടിയാണിത്. എങ്ങനെയാണ് ഇത് അതിനെല്ലാം ഉപകരിക്കുന്നത് എന്ന് തുടർന്ന് നാം ചിന്തിക്കും. രാജയോഗത്തിന് 8 അംഗങ്ങളുണ്ട്. അതാണ് അഷ്ടാംഗ യോഗ പദ്ധതി എന്ന് അതിന് പറയും. 8 അംഗങ്ങളോടുകൂടിയിട്ടുള്ള യോഗ പദ്ധതിയാണ് യോഗം. ജീവാത്മ പരമാത്മ ഐക്യം. 8 അംഗങ്ങളുണ്ട് ഇതിന്. ഏതൊക്കെയാണ്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ 8 അംഗങ്ങളോടുകൂടിയ അനുഷ്ഠാനക്രമമാണ് ഈ യോഗ പദ്ധതി. ഇത് ആർക്കും ചെയ്യാം. ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും ചെയ്യാം. ജാതിയുടെ വ്യത്യാസമോ ഉച്ചനീചത്വങ്ങളോ അതേപോലെ സമ്പത്തിന്റെ വ്യത്യാസമോ സ്ഥാനമാനാദികളോ ഒന്നും ഇതിന് ബാധകമല്ല. നല്ലൊരു മനസ്സ് വേണം. യോഗ പദ്ധതി പിന്തുടരാനുള്ള നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ആർക്കും ഈ യോഗ പദ്ധതി പിന്തുടരാൻ പറ്റും. അതാണ് ഈ ഗ്രന്ഥത്തിന്റെ തുടക്കത്തില് നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തം. ഏതെങ്കിലും ഒരു പ്രത്യേക നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടോ അല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇതിനകത്ത് ഒരൊറ്റ വാക്യം പോലുമില്ല. സമസ്ത മാനവരാശിക്കും വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. മാനവരാശി നന്നായാൽ മറ്റ് ജീവരാശിക്കും സൗഖ്യമുണ്ടാകും. മൃഗങ്ങളെയും പക്ഷികളെയും അതേപോലെ തന്നെ മറ്റ് ജീവരാശികളെയും വേദനിപ്പിക്കുന്നതും കഷ്ടപ്പെടുത്തുന്നതും ആരാ? മനുഷ്യൻ. മനുഷ്യരാണ് അവരെല്ലാം കഷ്ടപ്പെടുത്തുന്നത്. ആ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ സൗഖ്യം പകരാനും ആർക്ക് സാധിക്കും? മനുഷ്യന് സാധിക്കും. മനുഷ്യന്റെ മനസ്സ് നല്ലതാണെങ്കിൽ തനിക്ക് സൗഖ്യം പകരുന്നത് പോലെ മറ്റു മനുഷ്യർക്ക് സൗഖ്യം പകരുന്നത് പോലെ തന്റെ ചുറ്റിനുമുള്ളതായ സമസ്ത ജീവരാശിക്കും സൗഖ്യം പകരും. അല്ലെങ്കിൽ എല്ലാത്തിനും ദുഃഖം പകരും. 2 ലോകമഹായുദ്ധങ്ങൾ മനുഷ്യനെ, കോടിക്കണക്കിന് മനുഷ്യനെ കൊന്നൊടുക്കി, വേദനിപ്പിച്ചു. എന്തെല്ലാം ഭീകരതകളാണ് നടന്നത്. ആ ലോകമഹായുദ്ധങ്ങൾക്ക് മുമ്പും അതിനുശേഷം ഇപ്പോഴും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ മാത്രമല്ല, മൃഗങ്ങളെ നശിപ്പിച്ചു, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പക്ഷികളെ നശിപ്പിച്ചു, വൃക്ഷങ്ങളെ നശിപ്പിച്ചു, ഇനി ജീവനില്ലാത്ത നദികളെ നശിപ്പിച്ചു, തടാകങ്ങളെ നശിപ്പിച്ചു, സമുദ്രങ്ങളെ നശിപ്പിച്ചു. സമുദ്രം മുഴുവൻ ഇപ്പോൾ ഏറിയ പങ്കും പങ്കിലമാണ്. അന്തരീക്ഷത്തില് പരിധിയില്ലാതെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷ താപനം. അങ്ങ് അന്റാർട്ടിക്കയില്
വലിയ ഐസ് പർവ്വതങ്ങൾ ഉരുകി താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സമുദ്രനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നിട്ട് അധികം ഉയരമില്ലാതുള്ളതായ ദ്വീപുകൾ ഒന്നൊന്നായിട്ട് ആയിരക്കണക്കിന് ദ്വീപുകളുണ്ട്, വെള്ളത്തിനടിയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പല ദ്വീപുകളും മുങ്ങിത്താഴ്ചയുടെ ഭീതിയുടെ വക്കത്താണ്. എന്തുകൊണ്ട്? സമുദ്രനിരപ്പ് ഉയരുന്നു. സമുദ്രനിരപ്പ് ഉയരാനുള്ള കാരണം അങ്ങ് ആർട്ടിക്കിൽ നിന്നും അന്റാർട്ടിക്കയിൽ നിന്നും ഇങ്ങനെ വെള്ളം, മഞ്ഞ് ഉരുകിയിട്ട് ഇങ്ങോട്ട് വെള്ളം ഒലിക്കുന്നു. എന്തേ കാരണം? അന്തരീക്ഷ താപനം. ഈ അന്തരീക്ഷ താപനത്തിന് കാരണമാരാണ്? നമ്മൾ തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള അമിത ലാഭത്തിനു വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വ്യാവസായിക ഉപകരണങ്ങൾ, അവ പുറത്തുവിടുന്ന വാതകങ്ങൾ, അതേപോലെ നമ്മൾ കെട്ടിപ്പൊക്കുന്ന അമ്പരചുംബികളായ പടുകൂറ്റൻ കെട്ടിടങ്ങൾ, നമ്മുടെ ആവശ്യത്തിനല്ല. നമ്മുടെ ആവശ്യത്തിന് കെട്ടിടങ്ങൾ വേണം, ആവശ്യത്തിനല്ല ഇന്ന് ഈ ലോകത്ത് കെട്ടിടങ്ങൾ മുഴുവൻ നിർമ്മിതമായിരിക്കുന്നത്. പിന്നെയോ വളരെയേറെ ഉപയോഗശൂന്യമായിട്ടാണ് കിടക്കുന്നത്. ഇവയെല്ലാം ചേർന്നിട്ട് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നു. അങ്ങനെ വരുമ്പോഴേക്കും സമസ്ത ജീവരാശിക്കും വിനയുണ്ടാകുന്നു. ഇങ്ങനെ ദുഃഖങ്ങൾ കൊണ്ടും യുദ്ധങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ യുദ്ധത്തിന് സമാനമായിരിക്കുന്ന എന്നാൽ പൊതുവിൽ ശാന്തമെന്ന് തോന്നുന്ന ഇത്തരം പ്രവൃത്തികൾ കൊണ്ടും അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന, ജലത്തെ മലീമസമാക്കുന്ന പ്രവൃത്തികൾ കൊണ്ടും സമസ്ത ജീവരാശിക്കും ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്കും നാം ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നു. അതിലൂടെ മനുഷ്യന് തന്നെ ദുഃഖത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് ശാശ്വതമായ ശാന്തി വരണമെങ്കിൽ ഇവയ്ക്കെല്ലാം ശാന്തി ഉണ്ടായേ പറ്റൂ. ദ്യൗ ശാന്തി, അന്തരീക്ഷം ശാന്തി എന്ന് ഋഷിമാര് നമുക്ക് പാടി പഠിപ്പിച്ചു തന്ന അതുകൊണ്ടാണ്. വേദമന്ത്രങ്ങളിൽ പെടുന്നു. ആകാശത്തിന് ശാന്തി ഉണ്ടാകട്ടെ, അന്തരീക്ഷത്തിന് ശാന്തി ഉണ്ടാകട്ടെ, ജലത്തിന് ശാന്തി ഉണ്ടാകട്ടെ, ഭൂമിക്ക് ശാന്തി ഉണ്ടാകട്ടെ, വൃക്ഷങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ, സമസ്ത ജീവരാശിക്കും ശാന്തി ഉണ്ടാകട്ടെ, ഇങ്ങനെ എല്ലാറ്റിനും ശാന്തി ഉണ്ടാകട്ടെ. അതിനനുസരിച്ചുള്ളതായ ചിന്ത സാത്വികമായ മനസ്സിൽ നിന്നേ വരൂ. സമ്പത്തും അധികാരവും സുഖങ്ങളും മാത്രം ഇച്ഛിക്കുന്ന ഞാൻ ഈ ശരീരം മാത്രമാണ്, ഈ ശരീരത്തിന്റെ സൗഖ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് എന്തും താൻ ചെയ്യും എന്ന് വിചാരിച്ചു നടക്കുന്ന മനുഷ്യൻ അത് ചെയ്യാൻ പറ്റൂല, ലോക നന്മ ചെയ്യാൻ പറ്റൂല. അവൻ ലോകത്തെ വേദനിപ്പിക്കുകയുള്ളൂ. അപ്പോ മനുഷ്യൻ നന്നായാൽ ലോകം മുഴുവൻ നന്നാവും, സകല ജീവരാശിയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും നന്നാകും. അതാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മോട് പറഞ്ഞത്. ഇത് വേദങ്ങളുടെ മഹാസന്ദേശമാണ് എന്ന് നാം അറിയണം. മനുഷ്യൻ നന്നായാൽ എല്ലാം നന്നാകും. മനുഷ്യൻ നന്നാകാൻ വേണ്ടിയിട്ടാണ് രാജയോഗം, യമം, നിയമം. അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇനി അടുത്ത ദിവസം പഠിക്കും. വളരെ വേഗത്തിൽ അതെന്തൊക്കെയാണെന്ന് പരിചയിക്കും. യമവും നിയമവും നമ്മുടെ മനസ്സിനെ, ചിന്താപദ്ധതിയെ, പ്രവൃത്തികളെ ഒക്കെ ശുദ്ധീകരിക്കാൻ, പിന്നെ ഈ ശരീരത്തെ വളരെ ആരോഗ്യപൂർണമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ആസനജയം. അതാണ് അഷ്ടാംഗ യോഗ പദ്ധതിയിൽ മൂന്നാമത്തേത്. ആസനത്തെ ജയിച്ചു കഴിഞ്ഞാൽ, ആസന പദ്ധതികളെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പ്രാണായാമത്തിലേക്ക് കടക്കാം. അപ്പോൾ നാം നമ്മുടെ ഉള്ളിലേക്ക് സൂക്ഷ്മമണ്ഡലത്തിലേക്ക് ചെല്ലുന്നു. സൂക്ഷ്മമണ്ഡലം സ്ഥൂലത്തിൽ നിന്ന് തുടങ്ങി സൂക്ഷ്മത്തിലോട്ട് കയറുകയാണ്. അതിന് ബലം നൽകുന്നത് യമനിയമാദികളാണ്. യമനിയമാദികളില്ലാതെ യോഗ സാധ്യമേ അല്ല. യമവും നിയമവും ഒക്കെ അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം എന്നൊക്കെ പറയുന്നതൊക്കെ ഈ കാലത്ത് പ്രായോഗികമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്, ചോദിച്ചവരുണ്ട്. ഇതൊക്കെ ഒന്ന് ലഘൂകരിച്ചൂടെ എന്ന് പോലും ചോദിക്കുന്നു. ഇത് ആരും ആരുടെ പുറത്തും അടിച്ചേൽപ്പിക്കുന്നതല്ല. ഇത് ഇതുപോലെ ചെയ്താൽ മനസ്സ് നന്നാകും. മനസ്സ് നന്നായാൽ വ്യക്തി നന്നാകും. വ്യക്തി നന്നായാൽ സമൂഹം നന്നാകും.
സമൂഹം നന്നായാൽ ലോകം നന്നാകും. അതേ ഉള്ളൂ. ഇതിൽ കുറവ് വരുത്തിയാൽ അതേ കുറവ് മനുഷ്യനിൽ വരും. യമനിയമാദികളിൽ നമ്മൾ വെള്ളം ചേർത്താൽ, അതിൽ മാലിന്യം ചേർത്താൽ, അതിൽ കുറവ് ചേർത്താൽ ആ മനുഷ്യന്റെ ബോധമണ്ഡലത്തിലും പ്രവൃത്തികളിലും ചിന്തകളിലും എല്ലാത്തിലും കുഴപ്പങ്ങൾ വരും. അത് കുടുംബത്തിൽ കലഹമാകും, സമൂഹത്തിൽ കലഹമാകും, ലോകത്തിൽ കലഹമാകും, യുദ്ധമാകും, കോലാഹലമാകും. യാതൊരു സംശയവും വേണ്ട. ഏത് മാർഗം വേണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. അതാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. യമനിയമാദികളാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം. ഇത് ഭൗതിക സുഖത്തിനും ശരീരത്തിൽ നിന്നിട്ട് രോഗം മാറി നിൽക്കുന്നതിനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും ഒക്കെ അത്യന്താപേക്ഷിതം. ഓരോ ശരീരത്തിനും അതിൻ്റെ ഘടനയനുസരിച്ചിട്ട് ഒരു നിശ്ചിതമായ ആയുസ്സുണ്ട്. അത്രയും കാലം ജീവിച്ചിരിക്കാൻ ആ ശരീരത്തിന് പറ്റും. പക്ഷേ ഇതിന് ശല്യമുണ്ടാക്കുന്നത് ഓരോ മനുഷ്യന്റെയും മനസ്സ് തന്നെയാണ്. എങ്ങനെ അരുതാത്തതൊക്കെ ചിന്തിക്കുന്നു, അരുതാത്തതൊക്കെ പറയുന്നു, അരുതാത്തതൊക്കെ പ്രവർത്തിക്കുന്നു. മദ്യപാനം, മയക്കുമരുന്ന്, അരുതാത്തതായ മറ്റു പ്രവർത്തികൾ, ഹീനപ്രവർത്തികൾ, ആയുധങ്ങൾ ഉണ്ടാക്കൽ, ആയുധങ്ങൾ പ്രയോഗിക്കൽ, ഇതൊക്കെ എവിടുന്ന് വരുന്നു? മനുഷ്യ മനസ്സിൽ നിന്ന് വരുന്നു. എന്നിട്ട് ശരീരം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പിന്നെ ഈ ആയുധം ഉണ്ടാക്കി മറ്റുള്ളവന്റെ നേരെ പ്രയോഗിക്കുന്നവന് ഒരിക്കലും സമാധാനമില്ല. കാരണം അവൻ തിരിച്ചറ്റാക്ക് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ. സുഖമായി ഉറങ്ങാൻ പോലും പറ്റില്ല. അടി അങ്ങോട്ട് കൊടുത്താൽ അടി തിരിച്ചും കിട്ടും. അപ്പോ അവൻ ഒരിക്കലും സമാധാനമില്ല. വാളെടുത്തവൻ വാളാലേ എന്ന് പഴയ കാരണവന്മാർ പറയും. അതുകൊണ്ട് വാളെടുക്കരുത് എന്നാണ് അവരുടെ ഉപദേശം. എന്തുകൊണ്ടെന്നാൽ വാളെടുത്താൽ വാളുകൊണ്ടാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ തന്റെയും സമൂഹത്തിന്റെയും ലോകത്തിന്റെയും സ്വസ്ഥതയെ കെടുത്താൻ മാത്രമേ പങ്കിലമായ മനസ്സുകൊണ്ട് സാധിക്കുള്ളൂ. അപ്പോൾ യമനിയമാദികളിൽ കുറവ് വരുത്താൻ പാടില്ല. കുറവ് വരുത്തിക്കോട്ടെ, വരുത്തുന്ന ആളുകൾ വരുത്തിക്കോട്ടെ, അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും ആ കുറവ് വരും. യമനിയമാദികൾ വളരെ കൃത്യമായി പാലിച്ചാൽ കൃത്യമായി ആരോഗ്യമുണ്ടാകും, രോഗത്തെ അകറ്റി നിർത്താം. ശരീരത്തിന് എത്ര ആയുസ്സാണോ ഉള്ളത് ആ ആയുസ് ഉള്ളിടത്തോളം കാലം, ആ ആയുഷ്കാലത്തോളം രോഗമില്ലാതെ ജീവിക്കാം. 100 വയസ്സുവരെ ജീവിക്കാൻ പാകത്തിനുള്ളതായ ശരീരഘടനയാണെങ്കിൽ 100 വയസ്സുവരെയും ജീവിച്ചിരിക്കും. യമനിയമാദികൾ, ആസനജയം, പ്രാണായാമം ഇതെല്ലാം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകണം എന്ന് പറയുന്നില്ല. ഇത്രയും ശരിയായാൽ 100 വയസ്സുവരെ ജീവിക്കാൻ പറ്റിയ ശരീരഘടനയുള്ള ആളിന് 100 വയസ്സുവരെയും ജീവിച്ചിരിക്കാൻ പറ്റും. 100 കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അവരുടെ ജീവിതം നോക്കണം. പ്രശാന്തമായി, ആരെയും ഉപദ്രവിക്കാതെ, വളരെ സന്തോഷത്തോടുകൂടി, ഉള്ളതുകൊണ്ട് സുഖമായി കഴിഞ്ഞ്, കഠിനമായി അധ്വാനിച്ച്, അതുകൊണ്ട് തന്നെ പലർക്കും സഹായം ചെയ്ത് അങ്ങനെ ജീവിക്കുന്നവരാണ് അവർ. അവർ 100 കഴിഞ്ഞും ജീവിക്കുന്നു. അവർക്ക് യാതൊരു അല്ലലുമില്ല. അവരുടെ കുടുംബത്തിലും അല്ലലില്ല. അവരോട് ആളുകൾ സ്നേഹമായിട്ടും ബഹുമാനമായിട്ടും മാത്രമേ പെരുമാറൂ. അതൊന്നും അവർ ചിന്തിക്കുന്നില്ല, അവരാഗ്രഹിക്കുന്നില്ല. എന്നോട് ബഹുമാനത്തോടെ പെരുമാറണമെന്നും അവരാഗ്രഹിക്കുന്നേയില്ല. പക്ഷെ ആളുകൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റും. അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവരുടെ നേരെ വിപരീതമായിട്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും ദുഷ്ടന്മാർക്ക് പോലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രശാന്തമായിട്ട് അവർ ജീവിക്കുന്നു. അവർ ശരീരത്തിന്റെ ആയുസ് നഷ്ടപ്പെടാതെ ജീവിക്കുന്നു. ആശുപത്രികളിൽ കയറാതെ ജീവിക്കുന്നു. എന്താ, ആ ജീവിതമല്ലേ നല്ലത്? അതാണ് യമ, നിയമ, ആസന, പ്രാണായാമങ്ങൾ തരുന്നത്. അവരുടെ അത്തരക്കാരുടെ ഗുണം എന്തെന്നറിയോ? ഈ പറഞ്ഞ 4 അംഗങ്ങളും ഭംഗിയായി പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രാണൻ കൃത്യമായി ശരീരത്തിൽ ഓരോ കോശത്തിലും സഞ്ചരിക്കും, പ്രവർത്തിക്കും. കോശങ്ങളിലെ പ്രവർത്തനമെല്ലാം കൃത്യമായിരിക്കും, ആരോഗ്യപൂർണമായിരിക്കും. അവരുടെ മനസ്സ് കരുത്തുറ്റതായിരിക്കും. അവരുടെ മനസ്സ്
വളരെയേറെ സ്നേഹപൂർണവും സാത്വികവുമായിരിക്കും. അവരുടെ ബുദ്ധി അങ്ങേയറ്റം സൂക്ഷ്മമായിരിക്കും, അങ്ങേയറ്റം കരുത്തുറ്റതായിരിക്കും, അങ്ങേയറ്റം തീക്ഷ്ണമായിരിക്കും. അവരുടെ ഓർമ്മശക്തി അത്ര കണ്ട് പ്രചണ്ഡമായിരിക്കും. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കും, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. അതേപോലെ തന്നെ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ പോലും അവർ കണ്ടെത്തും. ശാസ്ത്രകാരന്മാരെ, അതേപോലെയുള്ള സാങ്കേതിക വിദഗ്ധന്മാരെ, അതേപോലെയുള്ള മറ്റ് സന്യാസിവര്യന്മാരെ ഒക്കെ നോക്കിക്കൊള്ളുക. 30 വയസ്സ് തികയാത്ത ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യയിൽ നിന്ന് അങ്ങ് ചിക്കാഗോയിൽ ചെന്നിട്ട് ലോകത്തെ പിടിച്ചു കുലുക്കിയില്ലേ? അതിന് തൊട്ടു മുമ്പേയുള്ള ദിനങ്ങളിൽ അദ്ദേഹം തുടർച്ചയായി പട്ടിണി കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടുന്നതായ വസ്ത്രങ്ങൾ, കമ്പിളി വസ്ത്രങ്ങൾ പോലുമില്ല. ആ നഗരത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഗുഡ്സ് യാർഡിനകത്ത് ഒഴിഞ്ഞ തകരപ്പാട്ടകൾക്കിടയ്ക്ക് ആ മനുഷ്യൻ കിടന്നു. ആ മനുഷ്യൻ ലോകത്തെ പിടിച്ചു കുലുക്കി. സ്വാമി വിവേകാനന്ദൻ ഇന്നും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ലോക മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കുന്നു. അത്ര കണ്ട് ശക്തി ആ ബുദ്ധിക്കുണ്ട്, അത്ര കണ്ട് ശക്തി ആ മനസ്സിനുണ്ട്, അത്ര കണ്ട് ശക്തി ആ പ്രാണങ്ങൾക്കുണ്ട്, അത്ര കണ്ട് ശക്തി ആ ശരീരത്തിനുമുണ്ട്. അതെവിടെ നിന്ന് വന്നു? സ്വാമി വിവേകാനന്ദൻ ഇത് വന്നത് അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ ശ്രീരാമകൃഷ്ണദേവന്റെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹം ചെയ്ത അധ്യാത്മ സാധനകൾ, അതിലേറ്റവും പ്രബലമായിട്ട് അദ്ദേഹം പിന്തുടർന്നു യോഗ പദ്ധതിയെ. ധാരണ, ധ്യാനം, സമാധി എന്നുള്ളത് അതിശക്തമായിട്ട് അദ്ദേഹം പിന്തുടർന്നു. രാജയോഗം, അതിന് സഹായകമായിട്ട് ഭക്തിയോഗവും കർമ്മയോഗവും ജ്ഞാനയോഗവും ഒരുമിച്ച് അതിനോട് കൂടിച്ചേർന്നു. അതാണ്. അത്രത്തോളം പോകാൻ ആഗ്രഹമില്ലെങ്കിൽ വേണ്ട. ഭൂമിയിൽ സുഖമായി ജീവിക്കണമല്ലോ, അതിന് ഉള്ള ഒരേ ഒരു മാർഗം ഇതാണ്: യമം, നിയമം, ആസനം, പ്രാണായാമം. മരുന്നുകൾ കൊണ്ട് ഒരാൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റൂല. മരുന്നുകൾ രോഗശാന്തിക്ക് ഉപയോഗിക്കാം. ആ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇന്നത്തെ പുതിയ മരുന്നുകളാണെങ്കിലോ പുതിയ 100 രോഗങ്ങൾ ഉണ്ടാക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു രോഗത്തിന് ശാന്തി കിട്ടും താൽക്കാലികമായി, പുതിയ 100 രോഗങ്ങളുണ്ടാകും. റിയാക്ഷനുകളുടെ ബഹളമാണ്. രോഗം വന്നതിന് ശേഷമാണ് ചികിത്സ. രോഗം വരാതിരിക്കാനാണ് യോഗ. ഏതാ നല്ലത്? അഭികാമ്യം. അഭികാമ്യം യോഗയാണ്. യോഗ വളരെ കൃത്യമായി ഭംഗിയായി നിർവഹിക്കുകയാണെങ്കിൽ രോഗം അടുത്തു വരില്ല. നമ്മുടെ ശരീരത്തിന്റെ ദൗർബല്യം കൊണ്ട്, പ്രാണചലനത്തിന്റെ ദൗർബല്യം കൊണ്ടാണ് ശരീരത്തിന് രോഗം വരുന്നത്. വെളിയിൽ നിന്ന് കടന്നു വരുന്ന അണുക്കൾക്ക് ശരീരത്തിനകത്ത് കയറിയിട്ട് അവന്റെ സാമ്രാജ്യം സ്ഥാപിച്ച് ശരീരത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ദൗർബല്യത്താലാണ്. ശരീരം പ്രബലമാണെങ്കിലോ, പ്രാണൻ കൃത്യമായി സഞ്ചരിക്കുകയാണെങ്കിലോ, ഏത് രോഗാണു കയറി വന്നു കഴിഞ്ഞാലും ആ നിമിഷം അതിനെ ഡിറ്റക്ട് ചെയ്യും, തിരിച്ചറിയും, ആന്റിബോഡി ഉണ്ടാക്കും, ഉടനെ തന്നെ അതിനെ തകർത്തും കളയും. ഒരു രോഗാണുവിനും ഒരു ശരീരത്തിനകത്തും, ആരോഗ്യപൂർണമായ ഒരു ശരീരത്തിനകത്തും കയറിയിട്ട് ഒരക്രമവും കാണിക്കാൻ പറ്റില്ല. അതാണ് രോഗം ഉണ്ടാക്കുന്നത് രോഗാണുവല്ല, ശരീരത്തിന്റെ ദൗർബല്യമാണ്. അത് നാം അറിയണം. രോഗമുണ്ടാക്കുന്നത് രോഗാണുക്കളാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു. അല്ല, രോഗാണുക്കൾക്ക് രോഗമുണ്ടാക്കുവാനുള്ളതായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ശരീരത്തിന്റെ ദൗർബല്യമാണ്. ആ ദൗർബല്യത്തെ ദൂരീകരിച്ച് ശരീരത്തെ കരുത്തുറ്റതാക്കി നിർത്താൻ, അതിനാണ് യമവും നിയമവും ആസനവും പ്രാണായാമവും. ഇത് മുഴുവൻ ചെയ്യുന്നത് ഏത് അടിസ്ഥാനത്തിൽ? ഗുരുപാരമ്പര്യത്തിൽ. പതഞ്ജലി മഹർഷിയിൽ നിന്ന് പകർന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന സ്വന്തം ഗുരുവിൽ കൂടി അത് കിട്ടുന്നു. ആ ഗുരുപാരമ്പര്യം ഉറപ്പിക്കുന്നതെന്ത്? പ്രപഞ്ചാധാരമായിരിക്കുന്ന ഈശ്വരനെ. ഈശ്വര പ്രണിധാനാത് എന്ന് പതഞ്ജലി മഹർഷി എഴുതി വെക്കും. സർവവും ഈശ്വരന് സമർപ്പിക്കുന്നതിലൂടെ.
ആ നിർഗുണ നിരാകാര ബ്രഹ്മമാണ് സർവാധാരമെന്നറിഞ്ഞ് സർവവും അതിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ടതെല്ലാം ഭംഗിയായി ചെയ്യുക. ഒരു ജോലിയിൽ നിന്നും വിട്ട് ഓടലല്ല, ചെയ്യേണ്ടതെല്ലാം കരുത്തോടുകൂടി ചെയ്യുക. ഇപ്പം മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം ഇല്ല, വേണ്ട. പക്ഷെ എല്ലാം ഭംഗിയായി ചെയ്യണമെന്നും നല്ല ആരോഗ്യവും സുഖവും വേണമെന്നും ആഗ്രഹമുണ്ടല്ലോ. അതിന് ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ഭംഗിയായിട്ട് പ്രവർത്തിക്കുക. അതിനുള്ളതായ ശേഷി യമ നിയമ ആസന പ്രാണായാമാദികളിൽ കൂടി നേടുക. അങ്ങനെ ലൗകിക വിജയത്തിനും അതിനപ്പുറത്ത് പോകണം എന്നുള്ളവർക്ക് അധ്യാത്മ വിജയത്തിനും ഒരേപോലെ മാർഗമൊരുക്കുന്ന 8 പടവുകൾ, 8 ഘടകങ്ങൾ ഉള്ളതായ അഥവാ 8 അംഗങ്ങൾ ഉള്ളതായ പദ്ധതിയാണ് പതഞ്ജലി മഹർഷി തന്ന അഷ്ടാംഗ യോഗ പദ്ധതി. അതിൻ്റെ തുടക്കത്തിലേക്ക് നാം പ്രവേശിച്ചു. ബാക്കി ഭാഗം നാളെ 8:30 നമുക്ക് ഒരുമിച്ച് കൂടിയിട്ട് ഇതേ പ്രകാരത്തിൽ ചർച്ച ചെയ്യാം. അതിന് പതഞ്ജലി മഹർഷി നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ, ഭാരതീയ പാരമ്പര്യം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ എൻ്റെ വാക്കുകളെ പൂജാപുഷ്പങ്ങളായി സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.